മധുനെ അറിയാമോ, ഇങ്ങക്ക് മധുനെ അറിയാമോ? പള്ള പയിച്ചപ്പം അപ്പം തിന്നേന് തച്ചു കൊന്ന മധുനെ അറിയാമോ? ബിന്ദുനെ അറിയാമോ, ഇങ്ങക്ക് ബിന്ദുനെ അറിയാമോ? മാല കട്ടെന്ന കള്ള പരാതിയിൽ സ്റ്റേഷനിൽ ചെന്നപ്പം വെള്ളം ചോദിച്ചതിന് കുടിവെള്ളം കൊടുക്കാത്ത ബിന്ദുനെ അറിയാമോ, ഇങ്ങക്ക് ബിന്ദുനെ അറിയാമോ? വേടൻ മോഡൻ സെലിബ്രിറ്റി സർക്കാർ 4ാം വാർഷികം ബിന്ദുനെ അറിയാമോ? വില്ലുവണ്ടി വിൽക്കാനുണ്ടേ, വില്ലുവണ്ടി മധുനെ അറിയാമോ? വില്ലുവണ്ടി വിൽക്കാനുണ്ടേ, വില്ലുവണ്ടി ബിന്ദുനെ അറിയാമോ? ഇങ്ങക്ക് ബിന്ദുനെ അറിയാമോ? ശങ്കരാടി സാറ് പറഞ്ഞതുപോലെ ഇച്ചിരി ഉളുപ്പ് 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 പ് 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 അടിച്ച സാധനം എന്തായാലും മുറ്റാണ് ഹരീഷെ. തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. തടിജിനയറിയാമോ? ഹരീഷിന് തടിജിനയറിയാമോ? മണിപ്പൂര് പെമ്പിള്ളലെ റോട്ടിലിട്ട് പീഡിപ്പിച്ച് നടന്നപ്പം വാ തുറക്കാത്ത തടിജിനയറിയാമോ? വീണ്ടും തടിജിനയറിയാമോ? പേരടിക്ക് തടിജിനയറിയാമോ? ബീഫിന്റെ പേരിൽ ആളെ തല്ലിക്കൊന്ന് മിണ്ടാതിരുന്ന തടിജിനയറിയാമോ? വീണ്ടും തടിജിനയറിയാമോ? പേരടിക്ക് തടിജിനയറിയാമോ? ശ്രീരാമന്റെ പേര് പറഞ്ഞിട്ട് നടന്നില്ല റോട്ടിലിട്ട് ആളെ തച്ച് കൊല്ലുമ്പം മിണ്ടാണ്ടിരിക്കുന്ന തടിജിനയറിയാമോ? ആ തടിജിനയറിയാമോ? പേരാടിക്ക് തടിജിനയറിയാമോ? ഡൽഹിയിൽ കർഷകര് സമരം ചെയ്യാൻ വന്നപ്പോ പാല് മുള്ളിട്ട് കൊന്ന തടിജിനയറിയാമോ? തടിജിനയറിയാമോ? പേരാടിക്ക് തടിജിനയറിയാമോ? മതത്തിന്റെ പേരിൽ ആളെ തല്ലിക്കൊന്ന് ഗുജറാത്തിൽ ചട്ട് കൊന്നിട്ടുള്ള തടിജിനയറിയാമോ? എന്താണെങ്കിലും ഈ ആണ്ടിലും സംക്രാന്തിക്ക് ചില ആളുകൾ ഇങ്ങനെ പൊട്ടി മുളച്ച് പുറപ്പെട്ട് വരും, ഭയങ്കര ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. ഞാനൊരു കമ്മിയല്ല, അത് വേറെ കാര്യം. നമ്മൾ ഇന്ന് കണ്ട ആ ദലിത് വിഭാഗത്തിൽപ്പെട്ട ആ പാവപ്പെട്ട പെണ്ണ്, അവർ ബിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ആ പാവപ്പെട്ട പെണ്ണ് അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളൊന്ന് കണ്ടു. പോലീസിലെ ചെറ്റത്തരങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മധുവിനോട് ചെയ്ത ചെറ്റത്തരങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടു. മധു എന്ന സമയത്ത് ആരായിരുന്നു നാട് ഭരിച്ചിരുന്നൊന്നും പേരടിക്ക് അറിവില്ലെന്നും അറിയില്ല കേട്ടോ, എങ്കിലും പറയട്ടെ. ഈ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം ഉള്ളിന്ന് പുറത്തോട്ട് ചാടി വരുന്ന ഇത്തരം വികാരങ്ങളുണ്ടല്ലോ, അതെല്ലായിടത്തിലും വേണം. ഈ മനുഷ്യന്മാർ ഏത് പാർട്ടിയിലായാലും മനുഷ്യന്മാരാടാ. ഒരു മനുഷ്യന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ബീഫിൻ്റെ പേരിലാണെങ്കിലും ദളിതരുടെ പേരിലാണെങ്കിലും ശ്രീരാമൻ്റെ പേരിലാണെങ്കിലും കർഷകൻ്റെ പേരിലാണെങ്കിലും അത് ഏത് പാർട്ടിയിൽ നിന്നും അവർക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കൊരു അനുഭവം വന്നു കഴിഞ്ഞാൽ പ്രതികരിക്കണം, അല്ലെങ്കിൽ പിന്നെ കൊണയ്ക്കാൻ നിൽക്കരുത്. ചില പാർട്ടിക്കാരെ മാത്രം സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റു ചില പാർട്ടിക്കാർ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റു ചില പാർട്ടി പോലീസുകാർ ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പം മാത്രം തോന്നുന്ന ഇങ്ങനത്തെ പാട്ടും അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില നാടകങ്ങളുണ്ടല്ലോ, അതെപ്പോഴും നല്ലതൊന്നുമല്ല. ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിനും ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ചിലയ്ക്കാൻ നിൽക്കരുത്. അതാ വേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇപ്പം പ്രത്യേകിച്ച് കാണുന്നൊരു പ്രത്യേകത നിഷ്പക്ഷ സംഘികളുണ്ട്. കുറേ നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷക സംഘികൾ. സംഘി എന്ന് പറയാൻ അല്ലെങ്കിൽ ഞാനൊരു സംഘിയാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള കുറേ പേര്, അവർ ഭയങ്കരമായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മറ്റോടത്തുമൊക്കെ പല സാധനത്തിന് അടിച്ച മൂത്ത് കഴിഞ്ഞാൽ ഇവന്മാർ പോസ്റ്റ് ചെയ്യും, ഇവന്മാർ ചാനലിൽ ഒന്ന് സംസാരിക്കും. പക്ഷേ ഇവരുടെ താഴത്ത് പേരുണ്ടാവുക സാമൂഹ്യ നിരീക്ഷകൻ, അതല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകൻ, ഇങ്ങനത്തെ പേരുകളെ ഉണ്ടാവുള്ളൂ. ഒരിക്കലും സംഘി അല്ലെങ്കിൽ BJP-ക്കാരൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ മിത്രം എന്നുള്ള പേരിൽ, സംഘമിത്രം എന്നുള്ള പേരിൽ ഇവന്മാർ വരില്ല. അതിൽപ്പെട്ട ഒരു പ്രത്യേകതരം ജന്തുവാണ് നമ്മളിപ്പോൾ തുടക്കത്തിൽ കണ്ട നമ്മുടെ ഈ പറഞ്ഞ മോൻ. ചില പ്രത്യേക സാഹചര്യങ്ങൾ മാത്രം തുറക്കുന്ന, ചില പ്രത്യേക സാഹചര്യങ്ങൾ മാത്രം ചില ആൾക്കാരെ മാത്രം പൊക്കി പറയുന്ന ഒരു തരത്തിലുള്ള ആ കൊണ അടിക്കുന്ന ഒരു മോൻ, അത്രയേ ഉള്ളൂ. ഇങ്ങനെ കുറേ പേര് നമ്മുടെ നാട്ടിലുണ്ട്. ഏറ്റവും സുലഭമായിട്ട് കാണുന്ന ഒരു പ്രത്യേകതരം നിഷ്പക്ഷവാദികളാണ് ഇവന്മാരൊക്കെ. ഇനി എതിരഭിപ്രായമുള്ളവർ കമൻറ്റ് ചെയ്യട്ടോ.